Assalamu alaikum warahmatullahi wabarakatuh. I am Waliullah Muhammad Sharif from Kerala. Are you thinking about it? How to creation the terrorism? തീർച്ചയായും അത് രണ്ട് രീതിയിൽ നാം വ്യാഖ്യാനിക്കാം. ഒന്ന് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ആശയത്തെയും ലക്ഷ്യമാക്കി ഒരു പ്രത്യേക വ്യക്തിയെയോ ഒരു വിഭാഗത്തെയോ നാം തീക്ഷ്ണമായി മാനസികമായി ശാരീരികമായി ക്രമപ്പെടുത്തി ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മുടെ ശരീരം മനസ്സും ത്യജിക്കപ്പെടുക. ഉദാഹരണം മാവോയിസ്റ്റ്, നക്സലൈറ്റ്, തമിഴ് പുലികൾ, സിഖ് ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം. അങ്ങനെ നാം ചെയ്യപ്പെടുമ്പോൾ ഈ വ്യക്തി, ഈ സമൂഹം ഒരു തീവ്ര ആശയത്തിൻ്റെ പരമായി ഉയർത്തെഴുന്നേറ്റ് അവർ ആ ലക്ഷ്യം നേടാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ 90% ഒരുപക്ഷെ നിരപരാധികളായ ആളുകൾ ആക്രമിക്കപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. അതിൽ നിന്ന് പ്രധാനമായും ഒരു വിഷയം വരുന്നത് ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ മുസ്ലിം സമൂഹം തെറ്റായി തന്നെ ഖുർആനെ വ്യാഖ്യാനിച്ചു. ഇത് പ്രവാചകൻ്റെ കുഴപ്പമല്ല, അള്ളാഹുവിൻ്റെ കുഴപ്പമല്ല, ഖുർആൻ്റെ കുഴപ്പമല്ല, പരിശുദ്ധ പ്രവാചകന് അള്ളാഹു നൽകപ്പെട്ട സന്ദേശമല്ല. അവിടെ ഈ സന്ദേശത്തെ പിന്നീട് പണ്ഡിത ലോകം അല്ലെങ്കിൽ മറ്റാരോ അതിൽ കടത്തിക്കൂട്ടിയതിൻ്റെ ഫലമായി ലോകത്തുള്ള സകല ഇതര മതസ്ഥരെയും കാഫിർ അഥവാ സത്യനിഷേധികളായിട്ടാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പണ്ഡിത ലോകം വിലയിരുത്തുന്നത്. ഇത് ലോകത്തിൻ്റെ 4/1 കൂടുതൽ വരുന്ന മുസ്ലിം സമൂഹത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിലുള്ള ഈ സത്യത്തിനെതിരെയുള്ള, ഈ സമാധാനത്തിനെതിരെയുള്ള ഈ പ്രഖ്യാപനം വലിയ പ്രതിസന്ധികളാണ് മുസ്ലിം സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എക്കാലത്തും ശാസ്ത്രീയപരമായി, സാങ്കേതികമായി, വൈജ്ഞാനികമായി, സാമ്പത്തികമായി ഇത് പിന്നിലേക്ക് വരികയും ആ രാഷ്ട്രം അല്ലെങ്കിൽ ആ സമൂഹം എന്നും യുദ്ധക്കളമായി അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു. മറ്റുള്ളവർ ആക്രമിക്കപ്പെടുന്നു. ഇനി മറ്റൊരു രീതി, ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന തിന്മ, സമ്പത്തിന്, അധികാരത്തിന്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം വിഭാഗങ്ങൾ ഒരു സമൂഹത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് നിരപരാധികളായ ആളുകൾ, അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെടാം, മക്കൾ കൊല്ലപ്പെടാം, അവരുടെ വാസസ്ഥലം ഇല്ലായ്മ ചെയ്യാം. അങ്ങനെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം ഹമാസ്, ഹിസ്ബുള്ള, നജ്വത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി നേരത്തെ ഞാൻ പറഞ്ഞ നക്സൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു രീതിയിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ ചേർക്കുന്നു. അവർ ഈ സത്യത്തെയും നീതിയെയും ധർമ്മത്തിനും എതിരെ പ്രവർത്തിച്ച വലിയ ഭരണത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തെയോ ഭരണ നേതാക്കളെയോ അല്ലെങ്കിൽ ആ സമൂഹത്തെയോ ഇല്ലായ്മ ചെയ്യാൻ ഒരാളെയെങ്കിലും എനിക്ക് കൊല്ലാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്രമിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ നാടിനെ, എൻ്റെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഹമാസിൻ്റെ 5% തരുന്ന, ഹിസ്ബുള്ള എന്ന് പറയുന്ന 5% അല്ലെങ്കിൽ 1% വരുന്ന ലോക മുസ്ലിങ്ങളുടെ എണ്ണത്തിൽപ്പെടുന്നവർ ചെയ്ത തെറ്റിന് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഇസ്ലാമും എൻ്റെ മുസ്ലിമും എന്തു ചെയ്തു എന്ന ചിന്ത
അതവരെ ഇത്തരം ഭീകരവാദത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളും കൊള്ളക്കാരും ഇസ്രായേലി ഭരണ നേതാക്കളാണ്. അവർക്കൊപ്പം നിൽക്കുന്ന മിലിറ്ററി നേതാക്കളാണ്. അതേപോലെ തന്നെ അമേരിക്കയുടെ നിലവിലുള്ള ഭരണാധികാരി ട്രംപാണ്. അവരോടൊപ്പം നിൽക്കുന്ന സൈനിക മേധാവികളാണ്. ഇത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. കാലം അഥവാ അള്ളാഹു ഒരു ദിവസം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനെ കൊള്ളയടിക്കാൻ, ക്രൂഡ് ഓയിൽ കൊള്ളയടിക്കാൻ ഈ ഒരു രാജ്യം അവരുടെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി അമേരിക്ക എന്ന അവരെ ഒഴിവാക്കി സ്വന്തമായി ശാസ്ത്ര സാങ്കേതിക ഉപയോഗപ്പെടുത്തി അവർ എണ്ണയെടുക്കുന്നു എങ്കിൽ ആ ധിക്കാരികളായ ഈ അമേരിക്കൻ പ്രസിഡന്റും കൂട്ടരും ആ എണ്ണയിൽ കണ്ണുവെച്ചുകൊണ്ട് ഇറാനെ തകർക്കുന്നുവെങ്കിൽ മുമ്പ് ഇറാഖ്, അതുപോലെ വെനസ്വേല, ഖത്തറിൻ്റെ കയ്യിൽ നിന്നും $400 കോടി വരുന്ന സ്വന്തമായ ജെറ്റ് വിമാനം അമേരിക്കൻ പ്രസിഡന്റ് കൊള്ളയടിച്ചു കൊണ്ടുപോയി. അല്ലെങ്കിൽ ആദ്യം നിങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ഏറ്റവും വലിയ ഭീകരവാദിയും കൊള്ളക്കാരനുമാണ്. അവർക്ക് കൂട്ടുനിൽക്കുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു, അവർക്കൊപ്പം നിൽക്കുന്ന ചാര ഏജൻസികളായ മൊസാദും, ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ വിപത്തുകളെന്ന് ലോകം തിരിച്ചറിയുക. ഇൻഷാ അള്ളാഹു അവരെ ഒതുക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ലോകത്തുള്ള സകല മനുഷ്യവിശ്വാസികളുടെയും ആവശ്യമാണ്. ഇത് ഇന്ന് അറേബ്യയിലാണെങ്കിൽ നാളെ യൂറോപ്പിൽ, മറ്റന്നാൾ ആഫ്രിക്കയിൽ, അങ്ങനെ ലോകം മൊത്തം ഈ അമേരിക്കൻ പോലീസ് ആ ഭ്രാന്തൻ്റെ തലകീഴായ നിയമ സംവിധാനത്തിൻ്റെ അടിയിലേക്ക് വരുന്നതിന് പ്രതികരിക്കുക, അവർക്കെതിരെ ആഞ്ഞടിക്കുക. അത് ആയുധം കൊണ്ടാണെങ്കിൽ ആയുധം കൊണ്ട് അവരുടെ മരണം വരെ ഇൻഷാ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും.